എണ്ണയില്ലാതെ കപ്പലണ്ടിയും കടല എന്നിവയെല്ലാം നമുക്ക് എങ്ങനെ വറുത്തെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഫ്രൈസ് അല്ലെങ്കിൽ കപ്പലണ്ടി, അതുപോലെ കശുവണ്ടി, ബദാം, പപ്പടം എന്നിവയെല്ലാം നമുക്ക് എണ്ണയില്ലാതെ തന്നെ വറുത്തെടുക്കാം. അതിന് വേണ്ടത് നമ്മളൊരു പാക്കറ്റ് ഉപ്പ്, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പ് പൊടി, അത് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കാം. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറക്കാനുള്ള കപ്പലണ്ടി, ഇപ്പോൾ ഞാനിവിടെ കപ്പലണ്ടിയാണ് ഇടുന്നത്. ഈ കപ്പലണ്ടി അതിലിട്ട് ഇളക്കുക. നമ്മൾ ഈ മണലിലൊക്കെ കപ്പലണ്ടി വറുത്തെടുക്കുന്ന പോലെ തന്നെ മണലിന് പകരം ഈ ഉപ്പ് ഉപയോഗിച്ചാൽ മതി. അതിനുള്ളിൽ കിടന്ന് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വരുന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. അരിപ്പമായിരുത്ത ഒരു ചട്ടകം ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്കത് ഉപ്പില്ലാതെ തന്നെ കോരിയെടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ചെറിയ ഉപ്പിൻ്റെ സ്വാദ് വരും. അതുമാതിരി തന്നെ കടല, നമ്മൾ ഈ കടകളിൽ നിന്നും വാങ്ങുന്ന കടല ഉണ്ടല്ലോ, വറുത്ത കടല കിട്ടുമല്ലോ തിന്നാനായിട്ട്, ആ കടല നമുക്ക് വീട്ടിൽ തന്നെ വറുത്തെടുക്കാം. അതും ഈ ഉപ്പിൽ തന്നെ ചൂടായി കിടക്കുന്ന ഉപ്പിലേക്ക് ആവശ്യത്തിനുള്ള കടല ഇട്ട് ഇതേമാതിരി തന്നെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്കതും വറുത്തെടുക്കാം. ഇത് നല്ല സ്വാദിഷ്ടമായിട്ടൊരു ഐറ്റമാണ്. വളരെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് മാതിരി തന്നെ ഇരിക്കും അത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ പപ്പടം വേണമെങ്കിൽ വറുത്തെടുക്കാം. ചുടുന്ന മാതിരിയല്ല, വറുത്ത മാതിരി തന്നെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അപ്പളമാണ് ഉപയോഗിക്കുന്നത്, തമിഴന്മാരുടെ അപ്പളമാണ്, പെട്ടെന്ന് കനം കുറഞ്ഞാണ്. അപ്പോൾ ഒരു നമുക്ക് അതും ഇതുമാതിരി തന്നെ വറുത്തെടുക്കാം. അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൈസ്, കൊണ്ടാട്ടം, നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന കൊണ്ടാട്ടം, കടകളിൽ നിന്ന് വാങ്ങുന്ന അരിക്കൊണ്ടാട്ടം, അങ്ങനെ എല്ലാം നമുക്കിതിൽ വറുത്തെടുക്കാം. ഈ ഉപ്പ് നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത ശേഷം ഒരു കുപ്പിയിലിട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രൈസാണ് നമ്മൾ വറുത്ത് എടുക്കുന്നത്. ഒട്ടും തന്നെ എണ്ണ ആവശ്യമില്ല. ഇപ്പോൾ ബദാം, കശുവണ്ടി, ഡ്രൈ ഫ്രൂട്ട്സ്, അതും നമുക്കിതിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മണലിന് പകരം ഉപ്പാണ് ഉപയോഗിക്കുന്നത് മാത്രം. ഈ ഉപ്പ് നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മളിത് വറുത്തെടുത്താണ്. അപ്പോൾ സ്വാദിന് വലിയ കുറവൊന്നുമില്ല. അതുമാതിരി തന്നെ എണ്ണ ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.